25 വർഷങ്ങൾ പിന്നിടുന്ന ദിലീപ്, മലയാളികളുടെ ജനപ്രിയ നായകൻ ദിലീപ് സിനിമാ ലോകത്തെത്തിയിട്ട് 25 വർഷങ്ങൾ തികയുകയാണ്. മലയാളികളെ ഏറെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആസ്വാദനത്തിന്റെ രസം ചോർന്നു പോകാതെ സിനിമ എന്ന മാധ്യമത്തിന്റെ മലയാള സ്ക്രീനിന്റെ 4 കോണുകൾ കീഴടക്കുകയായിരുന്നു ദിലീപ്. മറ്റൊരു പിന്തുണയുമില്ലാതെ ജന്മസിദ്ധമായ വൈഭവത്താലാണ് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ദിലീപ് ഉണ്ടാക്കിയത്. കയ്യൊതുക്കത്തോടെ കഥാപാത്രത്തിന്റെ ഉള്ളറിഞ്ഞ് പ്രേക്ഷകനെ അറിഞ്ഞ് കൃത്യതയോടെ ഹാസ്യം കൈകാര്യം ചെയ്യുവാനുള്ള ദിലീപിന്റെ കഴിവാണ് ദിലീപിനെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാക്കിയത്. ഒപ്പം ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ നാട്യ മികവും ഒരു നടന്റെ അപാരമായ ടൈമിങ്ങും ഒത്തുചേർന്നപ്പോൾ 1.5 പതിറ്റാണ്ടിലേറെയായി ദിലീപ് എന്ന നടൻ താരമാകുകയും മലയാള സിനിമയിൽ നിറസാന്നിധ്യമാകുകയും ചെയ്യുകയായിരുന്നു. മിമിക്രി കലാകാരനായാണ് ദിലീപ് തന്റെ കലാജീവിതം ആരംഭിക്കുന്നത്. കൊച്ചിൻ കലാഭവൻ, കൊച്ചിൻ ഹരിശ്രീ, കൊച്ചിൻ സാഗർ തുടങ്ങിയ പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ സ്റ്റേജ് പ്രോഗ്രാമുകളും കാസറ്റ് പ്രോഗ്രാമുകളും TV ഷോകളുമായി നടക്കുന്നതിനിടയിലാണ് ജയറാമിന്റെ റെക്കമെൻഡേഷനോടെ സംവിധായകൻ കമലിന്റെ സംവിധാന സഹായിയായി ചേരുന്നത്. ഇതാണ് ദിലീപിന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത്. അവിടെ നിന്നും കമലിന്റെ തന്നെ സിനിമകളിലൂടെ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തുകയും അങ്ങനെ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് സഹസംവിധായകനിൽ നിന്നും നടനിലേക്ക് കൂടുമാറ്റം നടത്തുകയുമായിരുന്നു. കമൽ സംവിധാനം ചെയ്ത് മുകേഷ് നായകനായ എന്നോടിഷ്ടം കൂടാമോ എന്ന സിനിമയിലെ കോളേജ് വിദ്യാർത്ഥിയിലൂടെ ദിലീപ് തന്നിലെ നടനെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. തുടർന്ന് ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ ദിലീപ് മലയാള സിനിമയിൽ ശ്രദ്ധാകേന്ദ്രമായി. ലോഹിതദാസിന്റെ തിരക്കഥയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത സല്ലാപത്തിലെ ശശികുമാർ എന്ന നായക കഥാപാത്രമായിരുന്നു ദിലീപിന് മലയാള സിനിമയിൽ ഒരു ടീനേജ് നായകന്റെ ഇമേജ് ഉണ്ടാക്കി കൊടുത്തത്. തുടർന്ന് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും അരങ്ങുവാണിരുന്ന കാലത്ത് ഒരു സിനിമയിൽ നായകനായാൽ ആ സിനിമ വിജയിപ്പിക്കുവാനുള്ള കഴിവുള്ള നായകൻ എന്ന നിലയിലേക്ക് ദിലീപ് ഉയരുകയായിരുന്നു. തുടർന്ന് ഈ പുഴയും കടന്ന് പഞ്ചാബി ഹൗസ് തുടങ്ങിയ സിനിമകളുടെ വൻ വിജയത്തോടെ മലയാള സിനിമയുടെ ജനപ്രിയ നായകനായി മാറുകയായിരുന്നു ദിലീപ്. 2000 മുതൽ ദിലീപിന്റെ കരിയർ ഗ്രാഫ് മലയാളത്തിലെ 1ാം നിര താര പദവിയിലേക്ക് ഉയരുകയായിരുന്നു. ഹാസ്യത്തിന്റെ മേമ്പടിയോടെ വന്ന കഥാപാത്രങ്ങളും സീരിയസ് ആയ കഥാപാത്രങ്ങളും ആക്ഷൻ കഥാപാത്രങ്ങളും ദിലീപ് തന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഗംഭീരമാക്കി. ഓരോ സിനിമകളും തിയേറ്ററിൽ പ്രദർശനം തുടരുമ്പോഴും അവ ഓരോന്നും ബോക്സ് ഓഫീസിൽ കളക്ഷനും നേടി. ഇതിനിടയിൽ തന്റെ ഭാഗ്യ നായികയായ മഞ്ജു വാര്യരെ ദിലീപ് വിവാഹം കഴിച്ച് തന്റെ ഭാര്യയാക്കി കുടുംബജീവിതവും ആരംഭിച്ചു. മഞ്ജു വാര്യർ അഭിനയം തൽക്കാലത്തേക്ക് നിർത്തുകയും ദിലീപ് തന്റെ അഭിനയ ജീവിതം തുടരുകയും ചെയ്തു. ഇടവേളകൾ സൃഷ്ടിക്കാതെ ദിലീപിന്റെ ഓരോ സിനിമയും തിയേറ്ററുകൾ ഇളക്കി മറിച്ചു. തന്റെ സുഹൃത്തും സംവിധായകനുമായ ലാൽ ജോസുമായി ഒന്നിച്ചു ചെയ്ത മീശമാധവൻ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ബ്രേക്ക് മൈൽസ്റ്റോൺ മൂവിയായി മാറി. പ്രേക്ഷകരെ മടുപ്പിക്കാതെ മുന്നോട്ടു പോകുന്നതിൽ ദിലീപിന് വിജയിക്കാനായി കുടുംബ പ്രേക്ഷകരുടെയും സാധാരണക്കാരന്റെയും ഇഷ്ടനായകനായ ദിലീപ് ഹാസ്യരസത്തെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അറിഞ്ഞു വിളമ്പി. കുഞ്ഞിക്കൂനൻ, ചാന്തുപൊട്ട്, പച്ചക്കുതിര, ചക്കരമുത്ത്, സൗണ്ട് തോമ തുടങ്ങിയ വെല്ലുവിളികൾ നിറഞ്ഞ വിവിധ ഗെറ്റപ്പിലുള്ള കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. തന്റെ 48ാമത്തെ വയസ്സിലും 25കാരന്റെ ഊർജവും മെയ്വഴക്കവും നാട്യ ലക്ഷണവുമായി പ്രേക്ഷകനു മുന്നിൽ എത്താനാവുന്നു എന്നതാണ് ദിലീപിന്റെ വിജയമന്ത്രം. ഒരു കാലത്ത് മലയാള സിനിമാ മേഖല പ്രതിസന്ധി നേരിട്ട കാലത്തും ദിലീപ് ചിത്രങ്ങൾ തിയേറ്ററിൽ 100 മേനി വിജയം നേടുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ നിർമ്മാതാവിന്റെ റോളിലും ദിലീപ് തിളങ്ങി. 2003 ജോണി ആന്റണി സംവിധാനം ചെയ്ത CID മൂസ, 2004 TV ചന്ദ്രൻ സംവിധാനം ചെയ്ത കഥാവശേഷൻ എന്നീ സിനിമകളുടെ നിർമ്മാതാവുമായി ദിലീപ്. ഈ 2 സിനിമകളിലും ദിലീപ് തന്നെയായിരുന്നു നായകൻ. CID മൂസ ദിലീപ് നെടും തൂണായി നിന്ന ത്രൂ ഔട്ട് കോമഡി സിനിമയായിരുന്നു. കഥാവശേഷനാകട്ടെ സമാന്തര സിനിമയിൽ. തുടർന്ന് സിനിമാ സംഘടനയായ അമ്മയ്ക്കു വേണ്ടി മലയാളത്തിലെ പ്രമുഖരായ ഒട്ടുമിക്ക താരങ്ങളെയും സൂപ്പർ താരങ്ങളെയും അണിനിരത്തി 2020 എന്ന മലയാളം മാസ്
ബിഗ് ബഡ്ജറ്റ് മൂവിയും നിർമ്മിച്ചത് ദിലീപായിരുന്നു. ഇതിലും ദിലീപ് വൻ വിജയമായി. തന്റെ മാത്രം സിനിമകൾ എന്ന പതിവ് നായക നിർമ്മാണ സങ്കല്പത്തിൽ നിന്നും മാറി നല്ല സിനിമയുടെ നിർമ്മാതാവാകാനും ദിലീപ് ശ്രദ്ധിച്ചിരുന്നു. നിവിൻ പോളി ആദ്യമായി നായകനായി, വിനീത് ശ്രീനിവാസൻ ആദ്യമായി സംവിധായകന്റെ തൊപ്പിയണിഞ്ഞ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയും, തമിഴ് നടൻ ശരത് കുമാർ പ്രധാന കഥാപാത്രവും യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായി അണിനിരുന്ന മെട്രോ എന്ന സിനിമയും നിർമ്മിച്ചത് ദിലീപായിരുന്നു. 2016 ദിലീപ് സിനിമകൾ നേടിയ ബോക്സ് ഓഫീസ് വിജയം വലുതായിരുന്നു. ഷാഫി സംവിധാനം ചെയ്ത 2 കൺട്രീസ് 50 കോടി ക്ലബിൽ ഇടം നേടിയ ദിലീപ് സിനിമയായിരുന്നു. വേൾഡ് വൈഡായി 52 കോടി രൂപയാണ് 2 കൺട്രീസ് നേടിയത്. തുടർന്ന് സിദ്ദിഖ് ലാൽമാരുടെ കിങ് ലെയർ എന്ന ദിലീപ് സിനിമയും വൻ ഹിറ്റായിരുന്നു. 20 കോടിക്ക് മുകളിലേക്കാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. കൊമേഴ്സ്യലി വിജയം നേടുന്ന സിനിമകളിൽ അഭിനയിക്കുന്നതിനോടൊപ്പം മികച്ച സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കുന്നതിനും ദിലീപിന് സാധിച്ചു. വിശ്വോത്തര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും എന്ന സിനിമയിൽ പുരുഷോത്തമൻ എന്ന കഥാപാത്രത്തിലൂടെ മികച്ച അഭിനയ പ്രകടനമാണ് ദിലീപ് കാഴ്ചവെച്ചത്. കൂടാതെ സുന്ദർദാസ്, ബെന്നി പി നായരമ്പലം, ദിലീപ് ഒന്നിച്ച വെൽക്കം ടു സെൻട്രൽ ജയിലും മികച്ച വിജയം കൈവരിക്കുന്നു. 25 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഉയർച്ചയും താഴ്ചയും നേരിട്ട ദിലീപ് കുഞ്ഞിക്കൂനൻ, ചാന്തുപൊട്ട് എന്നീ സിനിമകളിലെ അഭിനയ മികവിലൂടെ സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് 2 തവണയും, 2011 അക്കു അക്ബർ സംവിധാനം ചെയ്ത വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് ദിലീപ്. ഇതിനിടയിൽ അന്യഭാഷാ സിനിമകളിലും തന്റെ സാന്നിധ്യം ദിലീപ് എന്ന യുവനടൻ അറിയിച്ചു. മേജർ രവി സംവിധാനം ചെയ്ത തൂഫാൻ എന്ന ഹിന്ദി സിനിമയിലും രാജ്യം എന്ന തമിഴ് സിനിമയിലും 2 കന്നഡ സിനിമകളിലും ദിലീപ് അഭിനയിച്ചു. ഇതിനിടയിൽ മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നെങ്കിലും അതൊന്നും ദിലീപ് എന്ന നടന്റെ കരിയറിനെ ബാധിച്ചിട്ടില്ല. ഒരു നടൻ എന്ന നിലയിൽ ഇനിയും ഏറെ ചെയ്യാനുമുണ്ട് ദിലീപിന്. കാരണം ദിലീപ് എന്ന നടൻ ഇടം പിടിച്ചിരിക്കുന്നത് മലയാളികളുടെ ഹൃദയത്തിലാണ്. മലയാള സിനിമയിൽ 25 വർഷങ്ങൾ പിന്നിടുന്ന ജനപ്രിയ നായകൻ ദിലീപിന് ഹോട്ട് ആൻഡ് സോറിന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഗുഡ് ബൈ.